നമ്മുടെ രാജ്യത്ത് പരിഷ്കരിച്ച GST ഈ മാസം 22 മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത്. 22 സെപ്റ്റംബർ മുതൽ പരിഷ്കരിച്ച നിരക്കുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. നേരത്തെ ഉണ്ടായിരുന്ന നാല് പ്രധാനപ്പെട്ട സ്ലാബുകളിൽ 12%, 28% എടുത്ത് മാറ്റിയിട്ട് 5%, 18% ആക്കിയിട്ടുണ്ട്. പിന്നെ 40% ഒരു സിൻ ഗുഡ്സ് എന്നും പറഞ്ഞിട്ട്, അത് അത്യാധുനികമായിട്ട് ഏറ്റവും ലക്ഷറീസ് ഐറ്റംസും ചില ടുബോക്കോ അതുപോലെ തന്നെ ഉള്ള ചില ഉൽപ്പന്നങ്ങൾക്ക് മുകളിൽ 40% ഏർപ്പെടുത്തിയിട്ടുണ്ട്. 5%, 18% നിലനിർത്തിക്കൊണ്ട് ആണ് പരിഷ്കാരങ്ങൾ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അപ്പം നമ്മളുടെ കേന്ദ്ര ധനമന്ത്രാലയത്തിൽ നിന്നും നമ്മുടെ ധനമന്ത്രി അവകാശപ്പെടുന്നത് 12% GSTയിലുള്ള 99%-ഓളം ഉൽപ്പന്നങ്ങളും 5% സ്ലാബിലേക്ക് മാറും. അതുകൊണ്ട് നിരക്കിൻ്റെ മാറ്റത്തിലുള്ള ഇതിൻ്റെ ഗുണങ്ങൾ, അല്ലെങ്കിൽ ഈ സ്ലാബ് റേറ്റിലുള്ള GSTയിലുള്ള പരിഷ്കാരത്തിൻ്റെ ഗുണം സാധാരണ ജനങ്ങളിലേക്ക്, ഉപഭോക്താക്കളിലേക്ക് അല്ലെങ്കിൽ ഉപയോക്താക്കളിലേക്ക് എത്തുന്നുണ്ടത് എന്ന് ഉറപ്പുവരുത്താൻ സർക്കാർ പൂർണ്ണമായിട്ടുള്ള നിരീക്ഷണം ഏർപ്പെടുത്തുന്നൊക്കെ ഉള്ള അവകാശവാദങ്ങളുണ്ട്. എത്രത്തോളം നമുക്ക് അറിയാം, ടാക്സ് സ്വാതന്ത്ര്യം ലഭിച്ച ദിവസം മുതൽ, അല്ലെങ്കിൽ ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം അന്ന് മുതൽ ഇന്ന് വരെ നമ്മുടെ രാജ്യത്ത് പലതരത്തിലുള്ള ടാക്സുകളുണ്ട്. പക്ഷേ ഇതുകൊണ്ടൊന്നും ജനങ്ങളുടെ ജീവിതത്തിന് നമുക്ക് പറയത്തക്ക വലിയ ആശ്വാസം, റിലീഫ് കിട്ടിയതായിട്ട് നമുക്കറിയത്തില്ല. ഇപ്പോഴും ജനങ്ങൾ ഇവിടെ വീർപ്പുമുട്ടുന്ന ഒരേ ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് കൊണ്ട് മാത്രമാണ് എന്ന് നമുക്കറിയാം. ടാക്സ്, ഫൈന്, ഫീ ഇതുപോലുള്ള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള സ്റ്റാറ്റ്യൂട്ടറി പേയ്മെൻറ്റ്സ് നമ്മുടെ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ, അല്ലെങ്കിൽ സാധാരണക്കാർക്ക് പ്രത്യേകിച്ച് അത് ബിയർ ചെയ്യാൻ, അല്ലെങ്കിൽ അത് അവർക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്നും നല്ലൊരു ശതമാനം ടാക്സായിട്ട് പോകുന്നത് കൊണ്ട് അവരുടെ ജീവിത ചെലവുകൾ അവർക്ക് വഹിച്ചുകൊണ്ട് പോകാനുള്ള പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ കാലാകാലങ്ങളായിട്ട് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുകയും, അല്ലെങ്കിൽ അവിടെ നിലനിൽക്കുന്നൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴും ഇവിടുത്തെ ടാക്സ് എടുത്ത് മാറിയിട്ടില്ല. ടാക്സിനകത്ത് ഇളവുകൾ എന്ന രീതിയിലുള്ള ചില മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. അതും 5%, 18% ടാക്സ് റേറ്റ് നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ ഇത് GSTയുടെ കാര്യമാണ് പറയുന്നത്. ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ കാര്യമാണ് പറയുന്നത്. പ്രത്യക്ഷ നികുതിയല്ല, പരോക്ഷ നികുതി. പ്രത്യക്ഷ നികുതി എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ടാക്സ്, ഇൻകം ടാക്സ് ആണ്. അപ്പോൾ അതും തീർച്ചയായിട്ടും ഒത്തിരി ജനങ്ങളുടെ ജീവിതത്തെ അല്ലെങ്കിൽ വരുമാനത്തെ ഒക്കെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സംവിധാനമാണ്. എന്നാലും ഗവൺമെൻറ് നമുക്കുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് ടാക്സ് ഇല്ലാതെ സർക്കാർ സംവിധാനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഒട്ടുമിക്ക സാധനങ്ങളുടെയും വിലയിൽ കുറവുണ്ടാകുമെന്ന് നമ്മളുടെ കേന്ദ്രമന്ത്രി പറയുന്നുണ്ട്. 12% സ്ലാബിലുണ്ടായിരുന്ന 99%-വും 5% സ്ലാബിലേക്ക് മാറ്റുമെന്നും ഇതുവഴി ജനങ്ങളുടെ ജീവിത ചെലവിൽ 10 മുതൽ 13% വരെ മാറ്റം ഉണ്ടാകും, കുറവുണ്ടാകും. എന്നുവെച്ചാൽ അവർക്ക് അത്രയും പൈസ സേവ് ചെയ്യാൻ സാധിക്കും. അത് കൂടുതൽ സമ്പാദ്യത്തിന്, സേവിങ്സിന് അത് വഴിയൊരുക്കുകയും എക്കോണമിയിൽ അതൊരു പുത്തൻ ഉണർവ് നൽകുമെന്നൊക്കെയാണ് സാമ്പത്തിക പിന്നെ മന്ത്രി, നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്ററിൻ്റെ കാഴ്ചപ്പാടും. അതുപോലെ തന്നെ മറ്റ് പല വിദഗ്ധരും ഒക്കെ തന്നെ ഇതിനെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നത്. അത് തിയററ്റിക്കലി കറക്റ്റാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞാണ്, ഇപ്പം നമുക്ക് ഒരു വ്യക്തിക്ക് 100 രൂപ വരുമാനം കിട്ടുന്നതിൽ നിന്ന് 10% ടാക്സ് കൊടുക്കാതിരിക്കട്ടെ. 10 രൂപ ടാക്സ് കൊടുക്കുമ്പോൾ 90 രൂപ മാത്രമേ അദ്ദേഹത്തിൻ്റെ ക്രയവിക്രയ ശേഷിയായിട്ട് നിലനിൽക്കുന്നുള്ളൂ. അപ്പോൾ 10% ടാക്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് 10-ൽ നിന്നും ഇപ്പോൾ ഇനി 5% ടാക്സ് കൊടുത്താൽ മതിയെങ്കിൽ നേരത്തെ 90 രൂപ കയ്യിൽ കിട്ടുമായിരുന്നെങ്കിൽ ഇപ്പോൾ 95 രൂപ കയ്യിൽ കിട്ടും. അപ്പോൾ ക്രയവിക്രയ ശേഷി കൂടുന്നുണ്ട് തിയററ്റിക്കലി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷേ പ്രായോഗികമായിട്ട് അത് എത്രത്തോളം ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കും, അനുകൂലമായിട്ട് ബാധിക്കും എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും ഇനിയും ഇത് പ്രാവർത്തികമാക്കിയതിന് ശേഷം ഉള്ള നമ്മളുടെ എക്കോണമിയിലുള്ള, എന്താണ് പറയുന്നത്, സമ്പദ് വ്യവസ്ഥയുടെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ പഠന വിഷയമാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങളുടെയൊക്കെ സ്ലാബ് റേറ്റ് മാറിയത് കൊണ്ട് തീർച്ചയായിട്ടും കമ്പനി ഓണേഴ്സ്, കമ്പനി ഉടമകൾ, അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന നിർമ്മാതാക്കൾ തീർച്ചയായിട്ടും ആ വിലയിൽ കുറവ് വരുത്തുകയും അതിൻ്റെ ഗുണം ഉപയോക്താക്കൾക്ക്, കൺസ്യൂമേഴ്സിന് കൈമാറുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് ധനമന്ത്രി പറയുന്നത്. 2017 GST നടപ്പിലാക്കിയ സമയത്ത് 65 ലക്ഷം നികുതിദായകരുള്ളിടത്ത് ഇപ്പോൾ 1.5
5.1 കോടിയായിട്ട് അത് ഉയർന്നിട്ടുണ്ട്. അതൊക്കെ നല്ല കാര്യം തന്നെ. കാരണം കൂടുതൽ ആൾക്കാർ ടാക്സ് നെറ്റിൽ വരുന്നതൊക്കെ ഗവൺമെന്റിനെ സംബന്ധിച്ച് ഒരു റവന്യൂ കൂടുതൽ കിട്ടുന്നൊരു അവസ്ഥയാണ്. ഗവൺമെന്റിന് കൂടുതൽ റവന്യൂ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഗവൺമെന്റിന് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ നടത്തുവാൻ കഴിയണം. കാരണം അവർ ആ പൈസ ദുരുപയോഗം ചെയ്യാതെ ജനങ്ങളുടെ ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഉപകരിക്കുന്ന രീതിയിലുള്ള നയപരിപാടികളിൽ കൂടി ആ പണം, പിരിച്ചെടുത്ത ടാക്സേഷൻ നികുതി പണം ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അത് രാജ്യത്തിന് ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ ടാക്സ് കൊടുക്കുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ നികുതിദായകരുടെ എണ്ണം 65 ലക്ഷത്തിൽ നിന്ന് 2017 സമയത്ത് നിന്നും 1.51 കോടിയായിട്ട് ഉയർന്നിട്ടുണ്ട്. അതൊരു പോസിറ്റീവായിട്ടുള്ള സൈനാണ്. അതുപോലെ തന്നെ ഭക്ഷ്യ വസ്തുക്കളുടെ വില 5% അല്ലെങ്കിൽ 0% 0 മാറ്റപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ സാധാരണക്കാരുടെ ജനജീവിതത്തെ കൂടുതൽ എന്താണ് പറഞ്ഞാൽ അനുകൂലമായിട്ടുള്ള ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നാണ്, അല്ലെങ്കിൽ അവർക്ക് കാര്യമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. GST കുറച്ചതിലൂടെ മാർക്കറ്റിൽ അല്ലെങ്കിൽ വിപണിയിൽ ക്രയവിക്രയം കൂടുമെന്നും മന്ത്രി അവകാശപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ തിയററ്റിക്കലി കറക്റ്റാണ്. കുറേയൊക്കെ അത് സംഭവിക്കുകയും ചെയ്യും, ഇല്ലെന്ന് പറയുന്നില്ല. ഇത് പെട്ടെന്ന് നമ്മളുടെ രാജ്യത്ത് ഈ GSTയുടെ റിഫോം അല്ലെങ്കിൽ ഈ GSTയിലുള്ള പരിഷ്കാരങ്ങൾ വരുത്തിയത് നമ്മൾ ഇപ്പോൾ നിലനിൽക്കുന്ന റിസഷൻ, ഗ്ലോബലി റിസഷൻ സാമ്പത്തിക എന്താണ് പറയുന്നത്, ഈ സമ്പദ് വ്യവസ്ഥയിലുള്ള റിസഷൻ, ഗ്ലോബൽ റിസഷൻ ഉണ്ട്. കാരണം കോവിഡിന് ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമ്പദ് വ്യവസ്ഥകളൊന്നും കാര്യമായ രീതിയിലുള്ള വളർച്ചാ നിരക്കുകൾ അല്ലെങ്കിൽ വളർച്ചയുടെ പാതയിലൊന്നുമല്ല. പിന്നെ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ടാരിഫ്, അപ്പോൾ ഇതൊക്കെ തന്നെ ഇന്ത്യയെ പോലുള്ള സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി വെക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ ഈ ടാക്സ് റേറ്റിലുള്ള അല്ലെങ്കിൽ ഈ GSTയിലുള്ള ഈ ഒരു പരിഷ്കാരം ഗവൺമെന്റ് നടത്തുവാൻ നിർബന്ധിതരായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ 350ഓളം ഉൽപ്പന്നങ്ങൾക്ക് വില കുറയും എന്നുള്ള ഒരു അവകാശവാദവും ഗവൺമെന്റ് ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. നികുതി കുറയുന്നതോടുകൂടി തീർച്ചയായിട്ടും വില കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വില കുറയ്ക്കുക എന്നുള്ളത് ഉൽപ്പാദകരുടെ അല്ലെങ്കിൽ ഉൽപ്പന്നം വിറ്റഴിക്കുന്ന ആൾക്കാരുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതവർ ചെയ്യും എന്നുള്ള പ്രതീക്ഷയാണ് ഗവൺമെന്റിനുള്ളത്. അതുപോലെ തന്നെ ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അവർ ചെയ്യാനുള്ളത് ചെയ്തു എന്നാണ് മിനിസ്റ്റർ പറയുന്നത്. ഇനിയും ചെയ്യാനുള്ളത് ഉൽപ്പാദകരാണ്, സാധനങ്ങളും സേവനങ്ങളും വിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരത് ചെയ്ത് ഈ പറഞ്ഞ ഗുണം ഉപഭോക്താക്കളിലേക്ക് എത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ശക്തമായിട്ടുള്ള നിരീക്ഷണം ഉണ്ടാകും. അല്ലെങ്കിൽ അങ്ങനെയൊരു സംവിധാനം ഗവൺമെൻറ് അതിനുവേണ്ടി രൂപം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് മിനിസ്റ്റർ കൂട്ടിച്ചേർത്തത്. അതൊക്കെ നല്ല കാര്യമാണ് നടപ്പിലാക്കിയാൽ. കാരണം ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലാണല്ലോ, അല്ലെങ്കിൽ ആ ലക്ഷ്യത്തോടുകൂടിയാണല്ലോ അവർ ഈ പരിഷ്കാരങ്ങൾ നടത്തുക. ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ മാത്രമല്ല, പൊതുവെയുള്ള ബിസിനസ് കമ്മ്യൂണിറ്റിക്കും ഇല്ല, നമ്മുടെ രാജ്യത്ത് സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയെ ഉപകാര ഉപകാരപ്പെടുത്തുന്ന വളർച്ചയ്ക്ക് ഒരു സപ്പോർട്ടീവായിട്ട് അല്ലെങ്കിൽ വളർച്ചയ്ക്ക് ഒരു എന്താണ് പറയുന്നത് അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കി വെക്കുക, ആഭ്യന്തരമായിട്ടുള്ള നമ്മുടെ ഡൊമസ്റ്റിക് കൺസംഷനെ ബൂസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വളർത്തുക എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയാണ് ഈ ഒരു പരിഷ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മളുടെ എക്സ്പോർട്ടുമായിട്ടുള്ള നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ നിന്നും പുറത്തേക്കുള്ള എക്സ്പോർട്ടിനൊരു കുറവ് സംഭവിക്കും എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ്. കാരണം അമേരിക്കയിൽ നിന്നുള്ള ടാരിഫ് നിലനിൽക്കുന്നതുകൊണ്ടും മറ്റു പല സാമ്പത്തിക ഏഹ്, സമ്പദ് വ്യവസ്ഥയ്ക്ക് ലോക സമ്പദ് വ്യവസ്ഥയിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള റഷ്യ യുക്രൈൻ വാർ പോലുള്ള പ്രശ്നങ്ങളൊക്കെ കൊണ്ട് തന്നെ സമ്പദ് ലോക സമ്പദ് ആഗോള സമ്പദ് വ്യവസ്ഥയിലെ പൊതുവെ ഒരു മന്ദഗതിയാണ് ഇപ്പോൾ നമുക്ക് വീക്ഷിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ഇന്ത്യയെ പോലെ വളരാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യത്തിന് തീർച്ചയായിട്ടും ഇതുപോലുള്ള പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളെ നമുക്ക് ഇപ്പം ആഗോളപരമായിട്ടുള്ള സാഹചര്യങ്ങളെ നമുക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ആഭ്യന്തരമായിട്ടുള്ള നമ്മളുടെ സമ്പദ് വ്യവസ്ഥ നമുക്ക് പരിഷ്കാരത്തിൽ കൂടി അല്ലെങ്കിൽ അതുപോലുള്ള പോളിസി മാറ്റങ്ങളിൽ കൂടി നമുക്കതിനെ മുമ്പോട്ട് അതിൻ്റെ വളർച്ചയെ നമുക്ക് നിലനിർത്തിക്കൊണ്ട് അതിനെ ശക്തിപ്പെടുത്താൻ സാധിക്കും. അതിൻ്റെ വഴി തേടിയാണ് ഈ GSTയിൽ പരിഷ്കാരങ്ങൾ ഗവൺമെൻറ് ഇത്രയും പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു പരിഷ്കാരത്തിന് തയ്യാറായത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് സാധാരണക്കാർക്ക് ഗുണം അല്ലെങ്കിൽ
എന്താ പറയുന്നത്, ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതാണ്. പക്ഷേ അത് ഉറപ്പുവരുത്തണമെങ്കിൽ ഇനിയും സേവനങ്ങളും ഉൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന നിർമ്മാതാക്കൾ ഈ പറഞ്ഞ കുറഞ്ഞ വിലയ്ക്ക് കുറഞ്ഞ ടാക്സ് റേറ്റ് നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവർ വിൽക്കുന്ന സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുക, ആ ഗുണങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അല്ലെങ്കിൽ ലഭിക്കുമെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ് എന്നാണ് നമ്മളുടെ ഫൈനാൻസ് മിനിസ്റ്റർ പറയുന്നത്. അപ്പോൾ അത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ്. ഇതാണ് നമുക്ക് GST സെപ്റ്റംബർ 22 മുതൽ പുതിയ സംവിധാനം അല്ലെങ്കിൽ പുതിയ നിരക്കുകളൊക്കെ പ്രാബല്യത്തിൽ വരും. അതിനുശേഷം നമുക്ക് അതിനെ നോക്കി കാണാം എങ്ങനെയാണ് അത് സമ്പദ് വ്യവസ്ഥയിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നത്, അനുകൂലമാണോ പ്രതികൂലമാണോ എന്നുള്ളത് നമുക്ക് പിന്നീട് ഇതിൻ്റെ റിസൾട്ടുകൾ വന്നതിന് ശേഷം മാത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമായതുകൊണ്ട് തൽക്കാലം നമുക്ക് ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും നമസ്കാരം.